ഇന്നൊരു ലോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. വെറുതെ കുറേ നേരം ഇങ്ങനെ കിടന്നു, സിനിമ കണ്ടു, അങ്ങോട്ട് തിരിഞ്ഞിടുന്നു ഇങ്ങോട്ട് തിരിഞ്ഞിടുന്നു, വീട്ടിലേക്ക് വിളിച്ചു, ഒരു ചെറിയ പെയിൻറ്റിങ് ചെയ്തു. പുതിയ പെയിൻറ്റിങ് കാണുന്നുണ്ടോ? പിന്നെ ഒരു മൂഡില്ല, പുറത്ത് പോകണം, ടൂലിപ്പ് ഗാർഡൻ കാണാൻ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എണീക്കാൻ വൈകിപ്പോയി. ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് അമ്പലത്തേക്ക് പോകാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുട്ടി വ്ളോഗ് എടുക്കാം, അമ്പലത്തിൽ പോണതും പിന്നെ വരച്ചതൊക്കെ ചേർത്തിട്ടൊരു വീഡിയോ ഇടാന്ന് വെച്ചു. അപ്പോൾ അമ്പലത്തിൽ പോയാലോ? അമ്പലത്തിൽ പോയി തൊഴുത് വന്നു. ഇവിടെയാണ് അമ്പലം. ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് അധികം ദൂരമില്ല, പക്ഷെ നടക്കാനാണെങ്കിൽ ഒരു 2.5-3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അല്ല, ബസ്സിൽ വന്നിട്ട് പിന്നെ ഇത്തിരി നടക്കാനുണ്ട്. അങ്ങനെയാണ് ഞാൻ വന്നത്. നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പൂജാരി നമ്മളുടെ അടുത്ത് വരാതെ നമ്മളെ തൊടുക അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാരി നമ്മുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നമുക്ക് കുറിയൊക്കെ തൊട്ട് തരും. അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് അങ്ങനെ പൂജാരിയായിട്ട് ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് നമ്മൾക്ക് അനുഗ്രഹം തരുന്നൊരു സംഭവം എനിക്ക് അനുഭവം ഉണ്ടായത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, സന്തോഷമായി. ശ്രീലങ്കൻസിൻ്റെ ആണോ തമിഴ്സിൻ്റെ ആണോ ടെമ്പിളിന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വരുന്നവർ കൂടുതലും തമിഴ്, അല്ലാന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസ്. പക്ഷെ ഞാൻ മലയാളീസിന് അങ്ങനത്തെ ഫാമിലീനൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ സ്ഥിരം എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും വരാറില്ല. മാസത്തിലൊരു 2 വട്ടമോ 1 വട്ടമൊക്കെ ആയിട്ടേ വരാറുള്ളൂ.